അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വൺസ് അഗെയിൻ വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. ഒരു ഫിഷ് മാംഗോ കറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ചെറുതായിട്ട് കട്ട് ചെയ്ത ചെറുള്ളി, കട്ട് ചെയ്ത വെളുത്തുള്ളി, ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി, പിന്നെ ഫിഷ് മാംഗോ കറി ആയതുകൊണ്ട് തന്നെ മാങ്ങ, പിന്നെ ലേശം ഉലുവ, പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് മീൻ, പിന്നെ നമുക്ക് കരിവേപ്പില, പച്ചമുളക്, ഇത്രയും ഐറ്റംസ് നമുക്ക് ആവശ്യമുണ്ട്. ഒരു ഐറ്റം കൂടി പറയാൻ വിട്ടുപോയല്ലോ, അത് തക്കാളിയും ഇതിനകത്ത് ആവശ്യമുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന 1/2 കിലോ മീനാണ് ഞാനിവിടെ എടുത്തേക്കണ കാളാഞ്ചിയാണ്. ഇനി നമ്മൾ കടായി അടുപ്പത്തേക്ക് ചൂടാക്കാൻ വയ്ക്കുക. മീൻ കറി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചട്ടിയാണ് വെക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇപ്പോൾ കുക്കിങ്ങൊക്കെ കടായിലാണ്. പക്ഷേ ചട്ടിയാണെങ്കിൽ ഒരു പ്രത്യേക സ്വാദ് കിട്ടും. അതിനകത്തേക്ക് ആദ്യം ലേശം ഉലുവ ഇട്ട് കൊടുക്കുക. അത് ചൂടായി പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് വേറെ ആയിട്ട് ഇട്ടേക്കണം. ഇഞ്ചി വെളുത്തുള്ളി ഒന്നിച്ചിട്ട് വഴറ്റിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഒരു പച്ചമുളക്, അത് എരിവ് അനുസരിച്ചിട്ടാണ്. എനിക്ക് വലിയ എരിവ് വേണ്ടാത്തതുകൊണ്ട് ഒരു പച്ചമുളക് നീട്ടത്തിൽ കീറിയത് ഞാനിട്ടു. പിന്നെ നമ്മുടെ ചെറിയുള്ളി എത്രയും കൂടുതൽ ഇടുന്നോ അത്രയും സ്വാദ് കൂടുതലാണ് കറിക്ക്. 1-2-3 ചെറിയുള്ളി മതിയാവുമായിരിക്കും. 2-3 ചെറിയുള്ളി എന്തായാലും വേണം. ഞാനിവിടെ ഒരു ഏകദേശം 5 എണ്ണം എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ഒരു തക്കാളി, 1/2 കിലോ മീൻ ആയതുകൊണ്ട് തന്നെ ലേശം ഒരു ഇടത്തരം വലിപ്പമുള്ളൊരു തക്കാളി ഞാൻ ഇത്തിരി വലുതായിട്ട് തന്നെ അതിനകത്തേക്ക് ഇട്ടേക്കുക. ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, ഇതൊക്കെ വഴഞ്ഞു വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഓരോ കൈപ്പാകമാണ്. എനിക്ക് എന്തോരെന്ന് പറയാനറിയില്ല. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ പൊടികളും കൈപ്പാകമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിനകത്തേക്ക് ഇതൊന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒരു 3 മിനിറ്റ് അടച്ച് വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയും ഇതൊക്കെ ചേർന്ന് വെന്ത് ഏകദേശം ഒരു ഉടഞ്ഞ പരുവം പോലെ നമുക്ക് കിട്ടും. കണ്ടോ, ചട്ടിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിളയ്ക്കും, കുറച്ച് നേരം നീണ്ടു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിം വെക്കുക. ഹൈ ആണെങ്കിൽ അടി പിടിക്കുകയെ. ഇനി നമ്മളിതിനകത്തേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച്, അപ്പോഴേക്കും വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രം ലേശം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതും അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് വേവിക്കുക. ഇത് വെന്ത് വന്നോന്ന് നോക്കുക. മാങ്ങയൊക്കെ വെന്ത് ഏകദേശം ഒരു 3/4 ഭാഗം വെന്ത് വരുമ്പോഴത്തേക്കും നമ്മളിതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മീൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും നല്ലത് മുള്ളില്ലാത്ത മീനുകളാണ് ഇതിന്. ഫിഷ് സ്റ്റീക്സ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും, ഈ ലിഷ്യസും നമ്മുടെ ഫ്രഷ് ടു ഹോമിൽ നിന്നൊക്കെ. അല്ലെങ്കിൽ സാധാരണ സ്ഥലത്തുനിന്നാണെങ്കിലും മുള്ളധികം ഇല്ലാത്ത മീനാണ് നല്ലത്. ഇത് നമ്മൾ 2 മിനിറ്റ് അടച്ചു വെച്ച് ഒരു സൈഡ് മീനിനെ വേവിച്ചു. എന്നിട്ട് മറിച്ച് മീനിട്ടു. എന്നിട്ട് ഒരു 3 മിനിറ്റ്, അങ്ങനെ 3 മുതൽ 4 മിനിറ്റ് വരെ. ചില മീൻ പെട്ടെന്ന് വെന്ത് കലങ്ങിപ്പോവും, അത് ശ്രദ്ധിക്കണേ. മറിച്ചിടുമ്പോഴും അതേപോലെ തന്നെ ശ്രദ്ധിക്കണം. മീനായതുകൊണ്ട് പെട്ടെന്ന് വേവുകയും ചെയ്യും, വെന്ത് കഴിഞ്ഞാൽ കലങ്ങിയും പോവും. ഒരു 3-4 മിനിറ്റ് മറ്റേ സൈഡും അടച്ച് വെച്ച് നമ്മൾ വേവിക്കുക. എന്നിട്ട് തുറന്ന് വെക്കുമ്പോൾ നല്ല തിളവെന്ത ആ ഒരു മീനും അധികം അലുത്ത് പോവാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ വെന്ത മീൻ ഒരിക്കലും ഇളക്കരുത്, അലുത്ത് പോവും, ഉടഞ്ഞ് വേറെ ആയിപ്പോവും. അപ്പോൾ ചട്ടിയാണെങ്കിലും കടായാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക, അതാണേ ചെയ്യേണ്ടത്. എന്നിട്ട് പയ്യെ അത് അടച്ച് വെച്ച് ഇച്ചിരി നേരം കൂടെ വേവിക്കുക. പിന്നെ എനിക്കൊരു ഇച്ചിരി എരിവ് കുറവെന്ന് തോന്നിയത് കാരണം ലേശം ഒന്നിത്തിരി മുകളിലൊരു പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അത് പക്ഷെ നിർബന്ധമില്ല.
നല്ലോണം വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ സംഗതി തയ്യാർ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഈസിയാണ്.